500 വർഷത്തെ ഐതിഹാസികമായ പോരാട്ടമാണ്. ആചാര്യ ഗിരിരാജ് കിഷോറിനെ പോലെ, അശോക് സിംഘാളിനെ പോലെ, അവിടെ ജീവത്യാഗം ചെയ്യേണ്ടി വന്ന രാം കോട്ടാരി സഹോദരന്മാരെ പോലെയുള്ളവരുടെ അദൃശ്യമായ സാന്നിധ്യം അയോധ്യയിൽ ഈ ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 500 വർഷത്തെ ഐതിഹാസിക പോരാട്ടത്തിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ അവരുടെ ജീവിതം ശ്രീരാമ ജന്മഭൂമിക്ക് വേണ്ടി ത്യാഗം ചെയ്തു. 1990 ഒക്ടോബർ മാസം 30 അവിടെ നടന്ന പോലീസ് വെടിവെപ്പിൽ ആയിരക്കണക്കിന് കാർ സേവകരെ കൊന്നുതള്ളുകയും പിന്നീട് ആ കാർ സേവകരുടെ ഭൗതികദേഹം സരയൂ നദിയിൽ കെട്ടിത്താക്കിയതുമെല്ലാം ഈ രാജ്യം കണ്ടിട്ടുള്ള അയോധ്യയുടെ രക്തരൂക്ഷിതമായ ചരിത്രമാണ്. അങ്ങനെ 500 വർഷങ്ങൾക്ക് ശേഷം അവിടെ ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ നിർദ്ദേശപ്രകാരം പുനർനിർമ്മിച്ച രാമക്ഷേത്രം, ആ രാമക്ഷേത്രത്തിന്റെ മുകളിൽ ഭാരതത്തിന്റെ ത്യാഗത്തിന്റെയും ഭാരതത്തിന്റെ കരുത്തിന്റെയും പ്രതീകമായിട്ടുള്ള ഹിന്ദുത്വ ദേശീയതയുടെ പ്രതീകമായിട്ടുള്ള ആ കാവി പതാക സ്ഥാപിക്കുകയാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി.